ഹലോ എവ്രി വൺ, എൻലൈറ്റൻ എൻചാൻറ്റഡ് ടാരോ മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ ഇന്ന് നോക്കാൻ പോകുന്ന മെസ്സേജ് ദാറ്റ് പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമോ ഇല്ലയോ. ഓക്കെ, ആഗ്രഹം എന്താണ്? എനർജിയാണ്, റൈറ്റ്? എനർജി എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഒരു ദിവസം പോസിറ്റീവ്, 2 ദിവസം നെഗറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആഗ്രഹങ്ങൾക്കൊരു എനർജി കിട്ടും, പിന്നെ അത് താന്നു പോകും. സമയം ഏറെ എടുക്കും. ഓക്കെ, എന്നും പോസിറ്റീവായിട്ടിരിക്കുകയാണ്, എന്നും ശ്രമിക്കുകയാണ്, എന്നും അഫർമേഷൻസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രേയേഴ്സ് ചെയ്യുകയാണെങ്കിൽ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കും. ഓൾറൈറ്റ്, first group ആണ് a time for healing, and second group you are good enough. ടൈം സ്റ്റാമ്പ്, പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, സേൽസ് ടീം നമ്പർ, എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോയിൻ്റെ ലിങ്ക് ആസ് വെൽ ആസ് സ്വിച്ച് വേർഡ് പ്ലേ ലിസ്റ്റ്, ഇതിൻ്റെ എല്ലാം ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് എ ടൈം ഫോർ ഹീലിംഗ്. നമുക്ക് നോക്കാം പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾ സാധിക്കുമോ ഇല്ലയോ, ഓക്കെ, ഫുൾഫിൽ ആകുമോ ഇല്ലയോ എന്നതാണ്. പല ആഗ്രഹങ്ങൾ കാണും. ഓക്കെ, ഇത് ഓവറോൾ ആണ് നോക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കുക, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പെട്ടെന്നും വലിയ വലിയ ആഗ്രഹങ്ങൾ ഇത്രയും സമയമെടുക്കും. ബിക്കോസ് അത് എനർജി മാത്രമല്ല, ചില ആഗ്രഹങ്ങൾ പ്രേക്ഷകർ കൂടാതെ പ്രേക്ഷകർക്കൊപ്പം ജീവിക്കുന്ന മറ്റാൾക്കാരെയും ബാധിക്കുന്ന ഒരാഗ്രഹമാണെങ്കിൽ അതിൽ സമയം കൂടും. കാരണം മറ്റാൾക്കാരുടെ എനർജിയും അതിൽ അലൈൻഡ് ആകണം. ഓക്കെ, ലെറ്റ്സ് സീ ഗ്രൂപ്പ് 1 പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമോ. 1 ഇയർ ആണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. വാ ലുക്ക് അറ്റ് ദിസ് ചാരിയറ്റ്. ഓക്കെ, ചാരിയറ്റ് കാർഡാണ് വന്നത് ആൻഡ് കിങ് ഓഫ് കപ്സ് ആണ് വന്നത്. ഓക്കെ, ഇമോഷണൽ ബാലൻസ് ആണ് നിങ്ങൾക്ക് വരേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ നിങ്ങൾക്ക് കാണാം ദാറ്റ് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു തുടങ്ങും. ഓക്കെ, 1 by 1 സ്റ്റെപ്പ് പതുക്കെ എല്ലാ ആഗ്രഹങ്ങളും നടന്ന് കിട്ടും. അതിൻ്റെ സൂചകമാണ് ദ ചാരിയറ്റ് കാർഡ്. ചിലർ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതേത് വാഹനമാണെങ്കിലും അതും സഫലമാകും. ഓക്കെ, ഇമോഷൻസ് ആണ് ഇവിടെ വെക്കേണ്ടത്. മൈറ്റ് ബി ചില പ്രേക്ഷകർ ഒരു ദിവസം നിങ്ങൾക്കൊരു ഇമോഷൻ ഉണ്ടാകാം, എനിക്ക് ഈ ഒരു ആഗ്രഹം നടക്കണം, ആൻഡ് അടുത്തൊരു നിമിഷം നിങ്ങൾ വിചാരിക്കും എനിക്കതല്ല വേണ്ട, എനിക്ക് വേറെ എന്തോ ആണ് വേണ്ടത്. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, ഏത് ആഗ്രഹം ആണ് നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ. അതൊന്ന് സ്ഥിരതയിലാക്കൂ. ഓക്കെ, ഏത് ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, ഏതാഗ്രഹമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്, അത് എന്തിനാണ് നിങ്ങൾ ആ ഒരു കാര്യം ആഗ്രഹിക്കുന്നത് എന്നത് ഉറപ്പ് വരുത്തുക. ബ്യൂട്ടിഫുൾ. സ്റ്റാർട്ടിങ് തന്നെ വിജയത്തിൻ്റെ കാർഡാണ് വന്നത്. ഓക്കേ, ചില പ്രേക്ഷകർ അവരുടെ ഏതൊരു ആഗ്രഹം വിട്ട് കഴിഞ്ഞു, ദാറ്റ് ഈസ് ലെറ്റ് ഗോ. അല്ല, ഇനി എനിക്ക് വേണ്ട, ഓക്കെ, ഇത്രയും നാളും ഞാൻ നിന്നു, ബട്ട് ഇനി ഇതുവരെ എനിക്ക് ലഭിച്ചില്ല, ഇനി എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ആ ഒരു വൈബ്സ് എനിക്ക് തോന്നുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇഫ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കൂ, ചിലപ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും. ഗാഡ്, 6 of Wands ആണ്. വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതെല്ലാം നടക്കും. 1 അല്ല 2 അല്ല, ഇഫ് 10 ആഗ്രഹമുണ്ട്, 13 ആഗ്രഹമുണ്ട്, എല്ലാം നടക്കും. ഓക്കെ, ഓസം. 6 months തൊട്ട് ഈ വീഡിയോ എന്ന് നിങ്ങൾ കാണുന്നു. ചില പ്രേക്ഷകർക്ക് ജൂൺ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പ്രേക്ഷകർക്ക് 6 മാസം, ദാറ്റ് ഈസ് ഈ വീഡിയോ കാണുന്നതിൻ്റെ 6ാം മാസം മുതൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നതാണ്. നിങ്ങളുടെ വിഷസിനെ പറ്റിയിട്ട്. യെസ്, എങ്സൈറ്റി ഏറിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക് ഏത് വിഷ് ആണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് പല വിഷസ് വേണമായിരിക്കാം.
ബട്ട് ചില സമയങ്ങളിൽ ആ വിഷസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന പ്രേക്ഷകരുണ്ട്. സോ ഫസ്റ്റ് കൺഫേം ചെയ്യൂ, നിങ്ങളിൽ തന്നെ കൺഫേം ചെയ്യൂ ഏതൊക്കെ വിഷ് ആണ് വേണ്ടത്. ആൻഡ് പേടി മാറ്റുക. ബിക്കോസ് യെസ്, ഇതുവരെ ആ വിഷസ് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം, ബട്ട് അതിൻ്റെ അർത്ഥം ഇനിയും പറ്റില്ല എന്നതല്ല. ഓക്കെ, സോ പേടി മാറ്റുക. ലുക്ക് അറ്റ് ദിസ്, സൺ കാർഡാണ് വന്നത്, വിജയമാണ് വന്നത്. നിങ്ങൾക്ക് വിജയം കൂടിയുണ്ട്. നിങ്ങൾക്ക് ഈവൻ ഐ ഫീൽ വിത്ത് ദ സൺ കാർഡ് 9 പ്ലാനറ്റ്സിൻ്റെ പ്രെയർ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലോ ഓർ നവഗ്രഹ അമ്പലങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ നവഗ്രഹ ചാൻറ്റിങ് ചെയ്യുന്നു, സംതിങ് റിലേറ്റഡ് ടു പ്ലാനറ്റ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലാനറ്റ്സ് ബാലൻസ് ആകാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ആണ്. ബിക്കോസ് അത് നിങ്ങൾക്ക് വിജയം നൽകുന്നുണ്ട്. ഓക്കെ, വാവ്, യെസ്. ഈ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ട പണം, നിങ്ങൾക്ക് വേണ്ട സോഴ്സസ്, ഓക്കെ, ആൻഡ് ഇഫ് ആൾക്കാരുടെ സപ്പോർട്ട് വേണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട്. പ്ലസ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജോലി നിങ്ങൾ കണ്ടുപിടിക്കുകയും ചില പ്രേക്ഷകർക്ക് അതേ ജോലിയിൽ ഇത്രയും കൂടി ഹാർഡ് വർക്ക് നിങ്ങൾ പുട്ട് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറെ സാമ്പത്തിക നേട്ടങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഉയർച്ചയാണ് വരുന്നത്. മൈറ്റ് ബി പ്രൊമോഷൻ വെയിറ്റ് ചെയ്യുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ പ്രൊമോഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് വിത്തിൻ 6 to 9 months. യെസ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി, ഈ ഒരു പ്രൊമോഷനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ജോലിയെ പറ്റി, അല്ലെങ്കിൽ എങ്ങനെ സാമ്പത്തികം കൂട്ടാം, അതിൻ്റെ ഒരു സോഴ്സ്, അതൊരു ഇൻഫോർമേഷൻ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ഡൗൺലോഡ്സ് പറയുന്നുണ്ട്. സോ ഇഫ് നിങ്ങൾക്ക് ഐഡിയാസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഐഡിയാസിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. എഗെയിൻ 8 of Swords ആണ്. നിങ്ങളുടെ മനസ്സിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ബിക്കോസ് നിങ്ങളുടെ അടുത്ത് കഴിവുമുണ്ട്, നിങ്ങളുടെ അടുത്ത് ആ ഒരു കാര്യം ചെയ്തെടുക്കാനുള്ള എബിലിറ്റി പ്രസൻറ്റ് ആണ്. ഓക്കെ, സ്റ്റാർ കാർഡാണ് വന്നത്, ഫെയിം ആണ് വരുന്നത്, ഹീലിംഗ് ആണ് വരുന്നത്. നാ ഹീലിംഗ് എന്തിൽ, ദാറ്റ് ഈസ് ഇതുവരെ നിങ്ങൾക്ക് ഏറെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദാറ്റ് ഈ ഒരു കാര്യം നടന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും മാറിപ്പോകും. എന്താണോ നിങ്ങൾ ആഗ്രഹിച്ച് അതിനെക്കാട്ടിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. സപ്പോസ് നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മൈറ്റ് ബി മാനേജർ പോസ്റ്റാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഏത് പോസ്റ്റാണോ നോക്കുന്നത്, നിങ്ങൾക്ക് ആ പോസ്റ്റ് ലഭിക്കില്ല, ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരികയില്ല, ബട്ട് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ അതിനെക്കാട്ടി ബെറ്റർ പോസ്റ്റിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും വരുന്നത്. യെസ്, 7 of Swords ആൻഡ് Knight of Wands ആണ് വന്നിരിക്കുന്നത്. ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, വരുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം ഒരു വിഷമം ഉണ്ടാവും ദാറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളത്, ബട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിപ്ലൈയും വരുന്നുണ്ട്. Okay, all right, now ഒരു ടൈം പീരീഡും കൂടി നോക്കാം. Angels, I have done this reading for 1 year time, but എത്ര സമയത്തിനുള്ളിൽ വിഷസ് നടക്കുന്നത്? 10. ഓക്കെ, King of Pentacles and 7. ഇവിടെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. 10 വർഷം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാര്യം ഉടനെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. ബിക്കോസ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണിക്കുന്നത്. ഉടനെ ഇൻ ദ സെൻസ് ഇറ്റ് ക്യാൻ ബി ലൈക്ക് പെൻറ്റിക്കിൾ വിത്തിൻ 5 months of time, 5 weeks to 5 months, ഓക്കെ, നടക്കാൻ സാധ്യതയുണ്ട്. ചില പ്രേക്ഷകർക്ക് 10 മാസം തൊട്ട് 7 വർഷത്തിനുള്ളിലാണ് നടക്കുന്നത്. ബിക്കോസ് ഡിപ്പെൻസ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ആഗ്രഹമാണ് നിങ്ങളുടേത്. ഓക്കെ, 7 വർഷം എന്ന് പറയുമ്പോൾ 7 വർഷത്തിനുള്ളിലേ നടക്കൂ എന്നതല്ല ഈ പറയുന്നത്.
ടൈം ഗ്യാപ്പ് അത്രയും അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് 10 മാസം തൊട്ട് 7 വർഷം വരെ നിങ്ങളുടെ കയ്യിൽ സമയം അവൈലബിൾ ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പ്രയത്നിക്കുകയാണ്, ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആൻഡ് നിങ്ങളുടെ കാര്യങ്ങൾ ഇത്തിരി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് സീ നൗ അഫർമേഷൻസ്. Affirmation. I let my intimate relationships be my greatest learning devices for spiritual growth and healing. സോ ചില പ്രേക്ഷകർക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആഗ്രഹമാണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഓരോ റിലേഷൻഷിപ്പിനെ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് ഓരോ റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ഒരു സ്കൂളിൽ ഞങ്ങൾ എങ്ങനെയാണ് പല സബ്ജക്ട്സ് പഠിക്കുന്നത്, അതുപോലെ തന്നെ എർത്തിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പല സബ്ജക്ട്സ് ആണ് പ്രേക്ഷകർക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ അവർ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നത് അംഗീകരിക്കുക. ഓക്കെ, ഇഫ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ ഡ്രീം, ഓക്കെ, എനി സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ യെസ് അത് നടക്കും വെൻ യു സ്റ്റാർട്ട് ഹീലിംഗ് ഇറ്റ്. ആൻഡ് ഹീലിംഗ് എപ്പോഴാണ് നടക്കുന്നത്? വെൻ നിങ്ങൾക്ക് തോന്നുന്നത് ദാറ്റ് ഈസ് ഇത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ലൈഫിൽ ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. മൈ പ്രസൻസ് ഈസ് മൈ പവർ. നിങ്ങളുടെ സ്വന്തം പവറിനെ അംഗീകരിക്കുക. എവിടെയോ നിങ്ങൾക്ക് ഒരു തോട്ട് ഉണ്ട് ദാറ്റ് ഈസ് നിങ്ങൾ എല്ലാവരിൽ നിന്ന് ചെറുതാണ്. ഓക്കെ, സംഭവം ഓക്കെ ചെറുതാണ്, പ്രായത്തിലല്ല ഞാൻ പറയുന്നത്, ആറ്റിറ്റ്യൂഡിലാകാം, അല്ലെങ്കിൽ മറ്റാൾക്കാർ എന്തോ ഒരു ഉയർച്ചയിലാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്, അത് മാറ്റുക. ആൻഡ് ട്രൂ അബണ്ടൻസ് ഈസ് ആൻ ഇൻസൈഡ് ജോബ്. നിങ്ങളുടെ ഉള്ളിൽ പേടി, ഭയം, ഈ കാര്യം എനിക്ക് നടക്കുമോ ഇല്ലയോ, നടക്കാൻ പ്രയാസമാണ് എന്നതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മാറ്റുക. ബിക്കോസ് ഈ അബണ്ടൻസ് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, ഈ അബണ്ടൻസ് നിങ്ങൾക്കുള്ളതാണ്, മനസ്സിലാക്കൂ. ദാറ്റ് ഈസ് ഇത് നിങ്ങളുടെ ബർത്ത് റൈറ്റ് ആണ്. ഈ അബണ്ടൻസ് എൻ്റെ ബർത്ത് റൈറ്റ് ആണ്. ഓക്കെ, ഇതെന്തായാലും എനിക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്. വൺസ് നിങ്ങൾ ഇത് എഫേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നും പറയൂ അബണ്ടൻസ് എൻ്റെ ബർത്ത് റൈറ്റ് ആണ്. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നതാണ്. സോ ഗൈസ്, ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഐ റിയലി ലവ് ദിസ് റീഡിങ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ തന്നെ എല്ലാ പ്രേക്ഷകരുടെ കയ്യിലും വന്നു ചേരട്ടെ. ആസ് വെൽ അതിലൂടെ നിങ്ങൾക്ക് മറ്റാൾക്കാരെയും സഹായിക്കാൻ കഴിയട്ടെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു ഫോർ ലവിങ് മൈ വീഡിയോസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് യു ആർ ഗുഡ് ഇനഫ് എന്ന കാർഡാണ്. സോ ലെറ്റ്സ് സീ പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമോ ഇല്ലയോ. ഓക്കെ, സോ 1 year ടൈമാണ് ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ലെറ്റ്സ് സീ 3 of Swords. സോ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ട പ്രേക്ഷകരാണ്. ഓക്കെ, 10 of Swords, Dear Pile 2. I'll tell you, wait. 10 of Cups, Magician. See, Group 2, നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് ഇപ്പോൾ നോ ആണ്. ഇപ്പോൾ നോ ആണ്, പെർമനൻ്റ്ലി നോ അല്ല, ഇപ്പോൾ നോ ആണ്. കാരണം 3 of Swords. ഓക്കെ, ഇതുവരെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വിഷമങ്ങൾ മാറിപ്പോയിട്ടില്ല. എന്ത് വിഷമമാണോ നിങ്ങൾക്ക് ലഭിച്ചത്, എന്ത് വേദനയാണോ ലഭിച്ചത്, ആ വേദന ഇതുവരെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ആസ് വെൽ ആസ് നിങ്ങൾ ഏറെ പ്രയത്നിക്കുന്നുണ്ട്, ബട്ട് സംഹൗ ഐ ഫീൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ ഡിസ്ട്രാക്റ്റ് ആയി പോകുന്നു. ദാറ്റ് ഈസ് നിങ്ങളേറെ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പ്രയത്നങ്ങളുടെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു. ബിക്കോസ് സംവെയർ നിങ്ങൾ ഉള്ളിൽ നിന്ന് ഹാപ്പി അല്ല. ഓക്കെ, നിങ്ങൾ ഉള്ളിൽ നിന്ന് ഹാപ്പി അല്ലാത്തതുകൊണ്ട് തന്നെ, ആ സന്തോഷമില്ലാത്തതുകൊണ്ട് തന്നെ എത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും അതിൻ്റെ ഒരു ഫലം, പൂർണ്ണമായ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ബട്ട്
1010 എന്ന നമ്പർ കാണുന്ന പ്രേക്ഷകർ, ഏഞ്ചൽ നമ്പർ 1010 കാണുമ്പോൾ പറയുക, ഐ ഡിസേർവ് ഹാപ്പിനെസ്. ഞാൻ ഹാപ്പിനെസ് ഡിസേർവ് ചെയ്യുന്നു. ബിക്കോസ് നിങ്ങൾക്കിത് അവൈലബിൾ ആണ്. ഓക്കെ, ഈ 10 ഓഫ് കപ്സ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി, നിങ്ങൾക്കൊരു സമാധാനം, നിങ്ങൾക്കൊരു സംതൃപ്തി, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറി, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം, ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്ലസ് ഇത് നിങ്ങളുടെ ഹാർഡ് വർക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷേ ആദ്യം സന്തോഷമായിട്ടിരിക്കുക. ഏറ്റവും ആദ്യം വേണ്ട കാര്യം, ഈവൻ ഹാർഡ് വർക്കിന് മുമ്പ് വേണ്ട കാര്യം. ഐ എം സോറി ഗൈസ്. സോ എപ്പോഴാണോ നിങ്ങളുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുന്നത്, ഈവൻ ഹാർഡ് വർക്കിന് മുമ്പ്, ദാറ്റ് ഈസ് നിങ്ങളൊരു ഹാർഡ് വർക്ക് പുട്ട് ഓൺ ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി നന്നായി പഠിക്കും അല്ലെങ്കിൽ നന്നായി ജോലി ചെയ്യും, അതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സന്തോഷത്തിലായിരിക്കുക. ഐ നോ ഹാർട്ട് ബ്രേക്ക് ആയവർ, ഏറെ വിഷമിക്കുന്നവർക്ക് സന്തോഷത്തിൽ ഇരിക്കണമെന്ന് പറയുന്നാൽ ഇറ്റ്സ് നോട്ട് ഈസി, ഐ നോ ദാറ്റ്. പക്ഷേ എത്ര നിങ്ങളുടെ പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ അത്രയും മറക്കാൻ ശ്രമിക്കുക. ബിക്കോസ് എത്ര നിങ്ങളുടെ ഹാർട്ട് ലൈറ്റ് ആയി ഇരിക്കുന്നു അത്രയും വേഗതയിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഹാർഡ് വർക്കും പെട്ടെന്ന് വർക്ക് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് വന്നത് മജീഷ്യൻ കാർഡാണ്. നിങ്ങൾ വളരെ നല്ല മാനിഫെസ്റ്റേഴ്സ് ആണ്. യുനോ, ഈ ഗ്രൂപ്പ് കാണുന്ന ചില പ്രേക്ഷകർ, ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഇത്രയും നല്ല മാനിഫെസ്റ്റേഴ്സ് ആണ്. ദാറ്റ് ഈസ് നിങ്ങൾ ഇന്ന് വിചാരിച്ചാൽ നാളെ നിങ്ങളുടെ കയ്യിൽ ആ സാധനം എത്തും. പക്ഷേ ജസ്റ്റ് ബിക്കോസ് നിങ്ങളിപ്പോൾ ഈ ഒരു എനർജിയിൽ ആണ് നിൽക്കുന്നത്, ഈ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ കടന്നു വന്നിട്ടില്ല. ചില പ്രേക്ഷകർ ഇപ്പോൾ അറിയുന്നുണ്ട്, ഓക്കെ, ദാറ്റ് നിങ്ങൾ നല്ല മാനിഫെസ്റ്റേഴ്സ് ആണെന്നുള്ളത്. ബട്ട് മോസ്റ്റ് ഓഫ് ദ പ്രേക്ഷകർക്ക് ഈ ഒരു കാര്യം മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുക്കാം എന്നുള്ളത് ഇതുവരെ നിങ്ങൾക്കറിയില്ല. ഇൻഫിനിറ്റി സിമ്പിളുമായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഒരു സിമ്പിൾ ഡ്രോ ചെയ്യുക ഒരു പേപ്പറിൽ. ഓക്കെ, ഒരു ദിവസം എത്ര പ്രാവശ്യം ഡ്രോ ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ഡ്രോ ചെയ്യുക. ഇത് നിങ്ങളെ ഇത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ടെമ്പറൻസ്. ബാലൻസ് വേണം. ഓക്കെ, നിങ്ങളുടെ നേരത്തെയുള്ള ഇമോഷൻസ് ആൻഡ് ഇപ്പോഴത്തെയുള്ള ഇമോഷൻസിൽ ബാലൻസ് ആവശ്യമാണ്. സി എഗെയിൻ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് യെസ് കാർഡാണ്. പക്ഷേ എഗെയിൻ ഡിപ്പെൻസ്, നിങ്ങളുടെ എനർജി എങ്ങനെയാണ്, നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ്, നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര വർക്ക് നിങ്ങൾ പുട്ട് ഓൺ ചെയ്യുന്നു. ഒരു ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോസ് ഒരു 5 മണിക്കൂർ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഇഫ് നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളെങ്കിൽ എഗെയിൻ അത് ഏറെ ടൈം എടുക്കും എന്നതാണ് പറയുന്നത്. സോ ബാലൻസ് വളരെ അത്യാവശ്യമാണ്. ക്രൗൺ ചക്ര ഹീലിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സംഭവം ചില പ്രേക്ഷകർക്ക് ക്രൗൺ ചക്ര ഹീലിംഗ് ആവശ്യമാണ്. സ്റ്റാർ കാർഡ് ആണ് വന്നത്. ഹീലിംഗ് അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ പറയുന്ന കാർഡ് യു ആർ ഗുഡ് ഇനഫ്. സോ സംവേർ ഐ ഫീൽ ഈ ഒരു ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക് അവരുടെ റെപ്യൂട്ടേഷൻ, ഓക്കെ, നിങ്ങളുടെ പേര്, ഓക്കെ, അതിൽ സംഭവം എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, എവിടെയോ നിങ്ങൾക്ക് ഏറെ വിഷമം വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേര് മറ്റാൾക്കാർ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, സോ അതിൽ നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സോ യു ആർ ഗുഡ് ഇനഫ്. മറ്റാൾക്കാർ എന്ത് ചെയ്യുന്നു അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ലീവ് ദാറ്റ് തിങ്. ഓക്കെ, ഓക്കെ, ഹിയർ ഡെവിൾ കാർഡ് ആണ് വന്നത്. ഓക്കെ, സോ ദേഷ്യം, നിങ്ങൾക്ക് ആ ആൾക്കാരോട് ഇപ്പോഴും നല്ല ദേഷ്യമുണ്ട്, ചിലർക്ക് വെറുപ്പുണ്ട്, ചിലർക്ക് എങ്ങനെയെങ്കിലും അവരെന്താണോ നിങ്ങളോട് ചെയ്തത് അത് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ അവിടെയും ഇംബാലൻസ് ഏരിയയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഇമോഷണൽ ഇംബാലൻസ് ഏറെ വരുന്നുണ്ട്.
ഓക്കെ, ജസ്റ്റ് നൗ എന്നെ കാണിച്ചത് ലൈക്ക് ദിസ് ഇസ് യുവർ ക്രൗൺ ചക്ര. ഈ ക്രൗൺ ചക്രയിൽ ഹോൺ അടിക്കൂ. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ക്രൗൺ ചക്ര ഓപ്പണിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ തന്നെ. സോ എപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, ഇത് നിങ്ങൾ ആ വീഡിയോ പോസ് ചെയ്തിട്ട് ഗോ ആൻഡ് ചെക്ക് ക്രൗൺ ചക്ര ഓപ്പണിംഗ് സബ്ലിമൽ, ഓക്കെ, ഓർ ക്രൗൺ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക, ഓർ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പോയി ക്രൗൺ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക, അത്യാവശ്യമാണ്. ഓൾറൈറ്റ്. സോ ഡെവിൽ കാർഡ് ഞാൻ പറഞ്ഞു, അവിടെ ശ്രദ്ധിക്കുക. ദേഷ്യം, പക, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുക. അവരെന്ത് ചെയ്തിരുന്നു, അവർ കണ്ടിന്യൂസ്ലി അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് അവർ ചിലപ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കും. അത് കാണുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാകാം. ജസ്റ്റ് ലീവ് ഇറ്റ്, ഓക്കെ, ട്രൈ ടു ലീവ് ദാറ്റ് തിങ്. ബിക്കോസ് യെസ്, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ ആ വിഷമങ്ങൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്നതാണ്. സോ ട്രൈ ചെയ്യൂ. എത്ര ഹീലിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക. അവിടെ സക്സസ് ആണ്. ഇഫ് നിങ്ങൾ ഒരു പ്രാവശ്യം ക്രൗൺ ചക്ര ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ട സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആണ്. ഈവൻ ഇന്നർ ചൈൽഡ് ഹീലിങ്ങും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടക്കും എന്നതാണ് പറയുന്നത്. യെസ്, നിങ്ങൾ ഒത്തിരി പേഷ്യൻസ് വെച്ച ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇനിയും പേഷ്യൻസ് വെക്കൂ. ബിക്കോസ് ഈ ഹീലിംഗ് സമയമെടുക്കുന്ന ഹീലിംഗ് ആണ്. ഹാർട്ട് ചക്രയാണ് നിങ്ങളുടെ ബ്ലോക്ക്ഡ്, ക്രൗൺ ചക്ര ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ഹീലിംഗിന് സമയമെടുക്കും. ബട്ട് ബി കൺസിസ്റ്റൻ്റ്ലി ഈ ഒരു ഓപ്പണിംഗ്, അത് ചക്ര ഓപ്പണിംഗ് ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശാന്തതയിലിരിക്കുന്നതായിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ചാരിയറ്റ്. ഓക്കെ, സോ സക്സസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഹീലിംഗ് പേഷ്യൻ്റ്ലി എല്ലാ ദിവസവും ഹീലിംഗ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആണ്. നിങ്ങളുടെ ഈ ഇമോഷണൽ ഇംബാലൻസ് മാറി കിട്ടുന്നതാണ്. ഓക്കെ, സോ വൺസ് നിങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ട്രൂ മജീഷ്യൻ പവറിലേക്ക് വരും. ഓക്കെ, ആൻഡ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രേയേഴ്സ് ഫലിക്കാൻ തുടങ്ങും. ഇതുവരെ നിങ്ങൾ ചെയ്ത പ്രേയേഴ്സ് ഫലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സംവെയർ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ അത് ബ്ലോക്ക് ചെയ്യുകയാണ്. ഓക്കെ, വളരെയധികം ബ്ലോക്ക് ചെയ്യുകയാണ്. സോ ഹാവ് പേഷ്യൻസ്, ഹീലിംഗ് കണ്ടിന്യൂസ്ലി ചെയ്യൂ, ആൻഡ് നിങ്ങളുടെ പവേഴ്സ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എബിലിറ്റി കൂട്ടൂ. സോ നൗ affirmations. Affirmation for group. Oh yeah, I can see ഒരു നോക്കായിരുന്നു. ഓക്കെ, സ്ക്രീനിലേക്കാണ് വന്ന് ചെന്ന് വീണത്. സോ ഇറ്റ്സ് എ നോക്ക്. ഇവിടെയും എനിക്ക് അത് തന്നെയാണ് കാട്ടിയത്. ഓക്കെ, ക്രൗൺ ചക്രയിൽ ഒരു നോക്ക്. സോ യെസ്, സമയമായി ഇതിൽ നിന്ന് വെളിയിലിറങ്ങും. ഓക്കെ, I can change my patterns when I change my mind about them. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ തരത്തിലെ ആൾക്കാർ, ഒരേ തരത്തിലെ ജീവിത രീതികൾ, ഒരേ തരത്തിലെ സാലറി, ഒരേ തരത്തിലെ കൊലീഗ്സ് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് അടഞ്ഞിരിക്കുന്നത് അതിനെ മാറ്റാൻ ശ്രമിക്കുക, റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങളുടെ പാറ്റേൺസ് മാറിക്കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ്. I measure my success by how much fun I'm having. So ചില പ്രേക്ഷകർ മറ്റാൾക്കാരുടെ സക്സസ് കാണുമ്പോൾ എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ലല്ലോ എന്നതിൻ്റെ വിഷമത്തിലും ഇരിക്കുന്നുണ്ട്. നോ, അവിടെ വലിയൊരു നോ ആണ് പറയുന്നത്. ബിക്കോസ് നിങ്ങളുടെ സക്സസ് ഡിഫറെൻ്റ് ആണ് ആസ് കമ്പയർഡ് ടു മറ്റാൾക്കാർ. ഓക്കെ, സോ നിങ്ങളുടെ സക്സസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ എത്ര എൻജോയ് ചെയ്യുന്നു. മറ്റാൾക്കാർ ചിലപ്പോൾ വലിയ സക്സസ് ആയിരിക്കാം, വളരെ പണമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ വലിയ വലിയ വീടുകളിൽ താമസിക്കുന്നവരായിരിക്കാം. പക്ഷേ ചിലപ്പോൾ അവർ ആ സന്തോഷത്തിലല്ലായിരിക്കും. ഓക്കെ, എങ്ങനത്തെ സന്തോഷത്തിലാണ് ജീവിക്കേണ്ടത്, ആ ഒരു സന്തോഷത്തിലല്ലായിരിക്കും. സോ അതല്ലല്ലോ പ്രേക്ഷകർക്ക് വേണ്ടത്, ആണോ? ട്രൈ ടു തിങ്ക്, I am ready to receive love. സോ ഇവിടെ
കൂടുതലും റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് എന്തും റിസീവ് ചെയ്യാൻ. ലവ് മാത്രമല്ല, സോ റിലേഷൻഷിപ്പ് ആണ്, ലവ് മാത്രമല്ല. ലവ് എന്ന് പറയുന്നത് കരിയറിൽ സപ്പോർട്ട് വരിക, ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുക. ഓക്കെ, നിങ്ങളുടെ ഏതൊരു കാര്യത്തിൽ പോയാലും പെട്ടെന്ന് നടന്നു കിട്ടുക. അതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ ദർ ഇസ് എനർജി ഓഫ് ലവ്. ഓക്കെ, സോ റിസീവിങ് മോഡ് ഓപ്പൺ ആക്കൂ. ഓക്കെ, കൊടുക്കുന്ന മോഡ് ഇത്തിരിയൊന്ന് കുറച്ചിട്ട് റിസീവ് ചെയ്യുന്ന മോഡ് ഓപ്പൺ ആക്കൂ. ഐ ആം റെഡി ടു റിസീവ് ഓൾ ദ ബ്ലെസ്സിങ്സ്. ഓക്കെ, ഇതാണ് ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകരുടെ ആഫർമേഷൻ. അത് ചൊല്ലുക. ഓക്കെ, ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾ വരവേൽക്കാൻ റെഡിയാണ്. ഐ ആം റെഡി ടു റിസീവ് ഓൾ ദ ബ്ലെസ്സിങ്സ്. സോ ഗ്രൂപ്പ് 2 ഇതാണ് ഗ്രൂപ്പ് 2 പ്രേക്ഷകരുടെ റീഡിംഗ്. വൺസ് നിങ്ങളുടെ പാറ്റേൺ നിങ്ങൾ ചേഞ്ച് ആയി കഴിയുമ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് എഴുതുക, ഞാൻ എൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തു. ബിക്കോസ് ഒരു പ്രേക്ഷകരെങ്കിലും ആ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് കമൻറ്റ് സെക്ഷനിൽ എഴുതുമ്പോൾ കമൻറ്റ്സ് വായിക്കുന്ന മറ്റ് പ്രേക്ഷകർക്ക് അത് വലിയൊരു ഒരു ബൂസ്റ്റായിരിക്കും. ദാറ്റ് യെസ്, അവർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നത്. ഓക്കെ, സോ ഇതാണ് റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ലവിങ് ദ വീഡിയോസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.